നമസ്തേ. ഇന്ന് നമ്മള് പഞ്ചമി പൂജയെ പറ്റിയാണ് പറയുന്നത്. മഹാലക്ഷ്മിയുടെ മറ്റൊരു അവതാരമാണ് വാരാഹി ദേവി. വാരാഹി ദേവിയുടെ പ്രീതി ലഭിക്കുന്നതിന് വേണ്ടിയാണ് പഞ്ചമി പൂജ ചെയ്യുന്നത്. എല്ലാ മാസവും പഞ്ചമി തിഥിയിലാണ് പഞ്ചമി പൂജ ചെയ്യേണ്ടത്. അന്നേ ദിവസം വീടുകളിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് നോക്കാം. ആദ്യത്തേത് തേങ്ങാദീപ വഴിപാടാണ്. രണ്ടാമത്തേത് പഞ്ചദീപ വഴിപാടാണ്. എന്താണ് തേങ്ങാദീപ വഴിപാട് എന്ന് നോക്കാം. ആദ്യമായി ഒരു വാഴയില നന്നായി കഴുകി വൃത്തിയാക്കുക. അതിലേക്ക് കുറച്ച് പച്ചരിയിട്ട് അതിനു മുകളിൽ രണ്ടായി മുറിച്ച തേങ്ങ നിവർത്തി വെക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യോ നല്ലെണ്ണയോ ഒഴിച്ച് തിരികളിട്ട് ദീപം കൊളുത്തി വെക്കാം. ഇതാണ് തേങ്ങാദീപ വഴിപാട്. അടുത്തത് എന്താണ് പഞ്ചദീപ വഴിപാട്? 5 മൺചിരാതുകൾ നന്നായി കഴുകി വൃത്തിയാക്കിയതിനു ശേഷം അതിലേക്ക് നെയ്യോ നല്ലെണ്ണയോ ഒഴിച്ച് തിരികളിട്ട് കൊളുത്തി വെക്കുന്നതിനെയാണ് പഞ്ചദീപ വഴിപാടുകൾ എന്ന് പറയുന്നത്. ഈ 2 വഴിപാടുകളും നമ്മൾ വാരാഹി ദേവിക്ക് സമർപ്പിക്കാവുന്നതാണ്. വീട്ടിൽ വാരാഹി ദേവിയുടെ ഫോട്ടോ ഉള്ളവർക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. അല്ലാത്തവർക്ക് ഒരു നിലവിളക്ക് ദേവിയായി സങ്കല്പിച്ചും ഈ വഴിപാടുകൾ സമർപ്പിക്കാവുന്നതാണ്. ശേഷം ദേവിക്ക് എന്തെങ്കിലും ഒരു നിവേദ്യം സമർപ്പിക്കണം. കിഴങ്ങ് വർഗ്ഗങ്ങളോ മാതള അല്ലികളോ തേനോ പായസമോ സമർപ്പിക്കാവുന്നതാണ്. ശേഷം ദേവിയുടെ ഗായത്രി മന്ത്രം ജപിക്കാം. ഓം മഹിഷധ്വജായ വിദ്മഹേ ദണ്ഡഹസ്തായ ധീമഹേ തന്നോ വാരാഹി പ്രചോദയാത്. അതുപോലെ തന്നെ ഓം ശ്രീ വാരാഹി നമ ഈ മന്ത്രം 108 തവണയും ജപിക്കാവുന്നതാണ്. നമ്മുടെ ന്യായമായ ഏതൊരാഗ്രഹവും ദേവി നമുക്ക് സാധിച്ചു തരും. ഇത്രയും ചെയ്തതിനു ശേഷം ദേവിക്ക് കർപ്പൂര ആരതി എടുത്ത് പൂജ അവസാനിപ്പിക്കാവുന്നതാണ്. ഒരു അരമണിക്കൂറിന് ശേഷം ദേവിക്ക് സമർപ്പിച്ച നിവേദ്യം വീട്ടിലുള്ള എല്ലാവരും കഴിക്കണം. അതുപോലെ തന്നെ തേങ്ങാദീപ വഴിപാടിനായി ഉപയോഗിച്ച തേങ്ങ വെജിറ്റേറിയൻ വിഭവങ്ങൾ പാകം ചെയ്യുന്നതിനായി ഉപയോഗിക്കാവുന്നതാണ്. ഇത്രയുമാണ് പഞ്ചമി പൂജയെ പറ്റി ഇന്ന് പറയാനുള്ളത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ ഈ പൂജ ചെയ്യാവുന്നതാണ്. വാരാഹി അമ്മയുടെ ഭക്തരെ ഒരിക്കലും ദേവി കൈവിടില്ല. ദേവി ആത്മാർത്ഥമായിട്ട് നമ്മൾ സ്നേഹിക്കണം, പ്രാർത്ഥിക്കണം. അപ്പോൾ എല്ലാവർക്കും വാരാഹി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.